എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. റിസൾട്ട് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങൾ സ്പോർട്സ് കോട്ടയുടെ ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ അത് ഉപയോഗിക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ആ ഒരു ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ID വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷൻ, ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ ഏത് കോഴ്സിലാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യുവർ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ് ഹെൻസ് യു ആർ നോട്ട് കൺസിഡർഡ് ഫോർ ദിസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസും, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ടും, ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ആ ഒരു അപേക്ഷ കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ഒരു ട്രാൻസ്ഫറിന് പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അക്ഷയ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പേജ് കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് അവിടെ ഒരു PDF-ൻ്റെ ഒരു സിമ്പലും കണ്ടിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം പറയും മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതായത് ആ ഒരു സ്കൂളിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ റാങ്ക് എത്രയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രി 12 മണി, അതായത് അല്ലെങ്കിൽ 11 മണി യോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെയാണ് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അധികം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. നിലവിൽ ഇന്ന് രാത്രി ഏകദേശം ഒരു 8 മണിയോടെയോ അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് ശേഷമാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു റിസൾട്ട് വരാനായിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ട്രാൻസ്ഫറായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിലവിൽ ലഭിച്ചിട്ടുള്ള സീറ്റ് പോകുന്നതായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിലവിൽ പഠിക്കുന്ന അതേ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നത് എങ്കിൽ ആ ഒരു പുതുതായിട്ട് ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. നിലവിൽ പഠിക്കുന്ന സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്, ട്രാൻസ്ഫർ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും അടയ്ക്കേണ്ടതുണ്ട് എങ്കിൽ അത് അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള SLC സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള ഡോക്യുമെൻറ്റുകളും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ നിങ്ങൾ അഡ്മിഷൻ ഫീസായിട്ട് അടച്ച ആ ഒരു ഫീസ് ഒഴികെയുള്ള ബാക്കിയുള്ള PTF ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ആദ്യം അടച്ച ആ ഒരു ഫീസ് അടച്ചതിൻ്റെ അഡ്മിഷൻ റെസിപ്റ്റ് ഉണ്ടാകും നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ആ ഒരു അഡ്മിഷൻ റെസിപ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു തന്ന ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ PTF ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ നിങ്ങൾക്ക് കോഴ്സ് മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും വരികയാണെങ്കിൽ ആ ഒരു ഫീസ് കൂടി വിദ്യാർത്ഥികൾ എടുത്തിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ യൂണിഫോം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ അതത് സ്കൂളിൽ നിന്നും യൂണിഫോം വാങ്ങിക്കാനായിട്ട് ഏകദേശം ഒരു 1000-1500 രൂപയ്ക്കടുത്ത് ഫീസ്, അതായത്
പൈസ ഈ ഒരു യൂണിഫോമിന് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൈസ കൂടി കയ്യിൽ കരുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. അവിടുത്തെ സീറ്റ് പോകുന്നതായിരിക്കില്ല, നിങ്ങൾക്ക് ഇവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കും. അതേസമയം ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിലവിലെ സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ നിങ്ങൾ മാറേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.